പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മനോഹരമായ ഈ പ്രഭാതത്തിലും അപ്പോൾ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിൽ വയ്യ വേളയിലും ആയിരിക്കുമ്പോൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രബോധത്തോടും ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സംഭവവികലമായ ലോകത്തിൽ പ്രശ്ന സങ്കീർണമായ സാഹചര്യങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മനുഷ്യനെ വല്ലാതെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ ശരണപ്പെട്ട് ഓരോ നിമിഷവും ആ പാതാര ബിന്ദങ്ങളിൽ അടിവണങ്ങി ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്ന തൻ്റെ ഭക്തന്മാർക്ക് ഈ മരുഭൂമി യാത്ര അവർക്ക് സന്തോഷമാണ്. അവർക്കൊരു കാര്യം അറിയാം, ഞങ്ങളുടെ ഈ മരുഭൂമി യാത്ര തീരും, ഞങ്ങൾ പറന്നുയരും, ഞങ്ങളുടെ പ്രാണപ്രിയന്റെ അടുക്കലേക്ക് കടന്നു പോകും. നമ്മുടെ പ്രത്യാശത ഈ മനോഹരമായ സമയത്ത് യേശുവും പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസിദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയാനിഷ് പാസ്റ്റർ, ജോൺ ബൾസൺ പാസ്റ്റർ, മറ്റ് എല്ലാ ദൈവദാസിദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. അല്പനിമിഷം ചിന്തയ്ക്കായി വേഗത്തിൽ ചെറിയ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കും. ആമേൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിന്റെ മുമ്പിൽ ആമേൻ വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുകയാണല്ലോ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചനം പഠിക്കുമ്പോൾ ഒരുവന്റെ ഹൃദയ രഹസ്യങ്ങൾ നാം സാധാ ചിന്തിക്കുമ്പോൾ ഒരുവന്റെ ഹൃദയ രഹസ്യങ്ങൾ അവനോട് ചേർന്നിരിക്കുന്ന വ്യക്തിക്ക് മാത്രമാ ലഭ്യമാകുക. നോക്കിയേ, ഏറ്റവും അടുത്ത വ്യക്തികളോട് മാത്രമാ ഹൃദയ രഹസ്യങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ സെഹിയോൻ മാളികയിൽ യേശുവിന്റെ മാറോട് പറ്റിയിരുന്ന യോഹന്നാന് ദൈവിക ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന ആത്യന്ത്യപരമായ രഹസ്യങ്ങൾ മറനീക്കി കൊടുക്കുവാൻ കർത്താവിന് പ്രസാദമായി സ്വാഭാവികമാണ്. എന്നുള്ള പറഞ്ഞ വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പ്രവചനങ്ങളുടെ പ്രവചനമാണ്. അന്വേഷകർക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുകയാ. നോക്കേ, അതിൻ്റെ ഉള്ളറയിലേക്ക് അന്വേഷിച്ച് കടന്നു ചെല്ലുന്നവർക്ക് വേണ്ടി അത് വച്ചിരിക്കുകയാ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർത്താവുമായുള്ള നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ ആന്തരിക ഐക്യം ഊട്ടി ഉറപ്പിക്കുന്നത്, വിശ്വാസത്തിലും പ്രത്യാശയിലും നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നതുമായ ഒരമൂല്യ കൃതിയ വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എത്ര പഠിച്ചാലും അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരു മനുഷ്യന് കഴിയുന്നതിലപ്പുറവാ. ഇതിൻ്റെ പ്രമേയമൊക്കെ നാം ചിന്തിച്ചാൽ അന്ധകാരാവൃതമായ ലോകത്തിന്റെ 5 വൻകരകളിൽ ഇന്ന് ക്രിസ്തുവിന്റെ സഭയാകുന്ന നിലവിളക്കുകൾ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ തികവിങ്കൽ കാന്തൻ വരികയും തന്റെ മണവാട്ടി സഭയെ ചേർത്തുകൊള്ളുകയും ചെയ്യുന്ന വലിയ പ്രത്യാശയ വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ നാം കാണുന്നത്. സ്തോത്രം. ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവ, പുനരാഗമനമാ. അതിനായി ഒരുങ്ങുന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാ. അത് ആഴത്തിൽ അത് മനസ്സിലാക്കാം. അപ്പോൾ അത് നമുക്കത് ബോധ്യമാകാം. സ്തോത്രം. അങ്ങനെ വെളിപ്പാട് പുസ്തകം
ഒന്നുകൂടി പറഞ്ഞാൽ അത് എഴുതിയ യോഹന്നാൻ നോക്കിയേ, മറ്റു ശിഷ്യന്മാരൊക്കെ രക്തസാക്ഷിത്വമൊക്കെ വരിക്കുമ്പോൾ സ്വാഭാവികമായി മരണം വരിച്ച വന്ധ്യവയോധികനായ ആമേൻ ആ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കൂട്ടുകാരില്ല, കൂടപ്പിറപ്പുകളില്ല, കൂട്ടായ്മയ്ക്കാളുകളില്ല, തന്നെ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാടുകടത്തി അവിടെ വെച്ച് സ്വർഗം തുറന്നു. സകല വഴികളും അടയപ്പെട്ടപ്പോൾ സ്വർഗം തനിക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു. ഇന്ന് മനോഹരമായ ഈ സമയവും നമ്മുടെ ഉറപ്പത, നമുക്ക് മുമ്പിൽ ഏത് വഴികൾ അടയപ്പെടുമോ സ്വർഗം നമുക്ക് വേണ്ടി ഉന്നതമായ വാതിൽ തുറക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗം തുറന്നു. അവിടെ നോക്കിയേ, നമുക്കറിയാം അവിടുത്തെ ആ സാഹചര്യങ്ങളെന്ന് വെച്ച സുഖകരമായ സാഹചര്യമല്ലല്ലോ. വിഷപ്പാമ്പുകളും വലിയ പെരുങ്കഴുകുകൾ വട്ടമിട്ട് പറക്കുകയാ. വിഷപ്പാമ്പുകളും വിഷത്തേളുകളും മനുഷ്യനെ ഒരുപക്ഷെ അതിന്റെ മനുഷ്യനേരെ കടന്നു വരുമ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ അനവധി പേരുടെ അസ്ഥിപഞ്ചരങ്ങൾ, അനവധി ജീവനുകൾ അവിടെ തകർന്നു പോയ അവരുടെ അസ്ഥികൂമ്പാരങ്ങൾ, അസ്ഥിപഞ്ചരങ്ങളുണ്ട്. അതിന്റെയൊക്കെ അടുക്കൽ പാറക്കെട്ടുകളും അങ്ങ് നിൽക്കുന്ന പനകളും ഒക്കെ ഉണ്ട്. ആ വല്ലാത്ത ആ ദ്വീപിൽ താനായിരിക്കുമ്പോൾ ദൈവവചന യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ അടയ്ക്കപ്പെട്ട യോഹന്നാൻ അവിടെ തനിക്കൊരു കാര്യം മനസ്സിലായി, ആ നല്ല ഗുരുവിന്റെ സ്നേഹം. നോക്കിയേ, അവിടെ വെച്ചൊരു പക്ഷേ എല്ലാവരും വിചാരിക്കും എല്ലാം അവസാനിച്ചു. പക്ഷെ നല്ല ഗുരു അവിടെ ഇറങ്ങി വന്നു. അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് ഇല്ല, ചിലതിന്റെ ആരംഭം കുറിക്കുകയായിരിക്കാം. നോക്കിയേ, അവിടെ അങ്ങനെ ചിന്തിക്കാം. ഒരു പക്ഷേ അനവധി പേരെ ലക്ഷ്യം വെച്ച് കടന്നു വന്ന പെരുങ്കഴുകുകളുണ്ട്, വിഷപ്പാമ്പുകളും വിഷത്തേളുകളുമുണ്ട്. പക്ഷെ അന്ന് അവർ നോക്കുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരുവനെ കാണുകയാ. സ്തോത്രം. അഭിഷേകം നമ്മെ വ്യത്യസ്തരാക്കുക. ഇന്ന് മനോഹരമായ ഈ സമയത്ത് എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, അനവധി പേരെ കാർന്നു തിന്ന അനവധി വിഷയങ്ങളുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ, ദൈവിക അഭിഷേകത്തെ നിറയപ്പെട്ട ഒരു വ്യക്തിയെ ഇതാ നോക്കുമ്പോൾ അവരിൽ വ്യത്യാസം കാണുകയാ. വിഷപ്പാമ്പുകൾ അകന്നു നിൽക്കുകയാ, വിഷത്തേളുകൾ മാറി നിൽക്കുകയാ, വട്ടമിട്ട പറക്കുന്ന പെരുങ്കഴുകൾ പറയുകയാ. ഇന്നലകളിൽ നാം കണ്ട ഒരു വ്യക്തിയല്ല ഇന്നവിടെ കാണുന്നത്. എന്തോ വ്യത്യാസം, ഒരു പ്രത്യേകതയുണ്ട്. എത്ര പ്രതികൂലമാഞ്ഞടിച്ചാലും, ഏതൊക്കെ പ്രതിസന്ധി കടന്നു വന്നാലും, മാരക വിപത്തുകൾ വരട്ടെ, മാരക വൈറസുകൾ വരട്ടെ, രോഗങ്ങൾ വരട്ടെ, അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഭക്തൻ മറ്റുള്ളവർ വ്യത്യസ്തന. നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവിന്റെ മാറോട് ചേരാം, ആ മാറോട് അടുത്തിരിക്കാം. അവിടെ വെച്ച് ഇതാ താൻ ദൈവിക സ്നേഹത്തെ ആഴമായി അറിയുകയാ. സ്നേഹിക്കാൻ ആരുമില്ല, സകലരും മാറിപ്പോയി. ഒരുപക്ഷെ അന്ന് വരെ ആരുടെ മാറോട് ചേർന്നിരുന്നോ, ആ മാറോട് ചേർന്നിരുന്ന ആ നല്ല ഗുരു ഇതാ ഉയരങ്ങളിലേക്ക് മരിച്ചടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ്. നമുക്കറിയാം, യോഹന്നാൻ ഒരു പക്ഷെ വിചാരിക്കുകയാ ആ നല്ല ഗുരു അടുക്കലില്ല. പക്ഷെ ആരുടെ മാറോട് ചേർന്നിരുന്നോ ആ നല്ല ഗുരു തന്റെ അടുക്കലേക്ക് വരികയാ. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, ഒരു പക്ഷെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ ഇല്ല, ആരുടെ മാറോട് ചേർന്നിരുന്നു ആ അരുമ ഗുരു, നല്ല ഗുരു തന്റെ അടുക്കലേക്ക് വരികയാ. ഈ മനോഹരമായ സമയത്ത് ബഹുമാന്യ കർത്തദാസിദാസന്മാരെ, ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, തകർന്നുപോയി എന്ന് തോന്നുമ്പോൾ, ഇല്ല ഇവിടെ വരെ എന്ന് ചിന്തിക്കുമ്പോൾ, ഇവിടെ എന്റെ അവസാനമായി എന്ന് ചിന്തിക്കുമ്പോൾ, പലരും ഒരു പക്ഷെ വിട്ടുപോയി, പല കൂടെ ഇറങ്ങിത്തിരിച്ചവർ മാറിപ്പോയി, പലരും വിട്ടുപോയി, ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ശേഷിച്ചിരിക്കുന്നുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ, ഇല്ല ഈ സമയം ഒരു ദൂത് അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. നോക്കിയേ, ഞാൻ അടുക്കൽ വെറുതെ ഇറങ്ങി വരികയല്ല, തന്റെ അടുക്കൽ കൂട്ടിന് വരികയല്ല, പിന്നെയോ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് തന്നോട് ഇതാ സംസാരിക്കുകയാ. ആമേൻ. തനിക്ക് അന്ന് വരെ സംഭവിച്ചത്, മേലാൽ സംഭവിക്കാൻ പോകുന്നത് ആ നല്ല ശിഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുകയാ. സ്തോത്രം. ഇതാ ദൈവ സ്നേഹത്തിന്റെ ആമേൻ. നോക്കിയ
നോക്കിയേ, അതിന്റെ ആഴം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ യോഹന്നാൻ ആ ദൈവ സ്നേഹത്തെ കുറിച്ച് താൻ പറയുക, നമ്മെ സ്നേഹിക്കുന്നവൻ, യമനി മരുഭൂമി യാത്രയിൽ നമ്മെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നാം ഒരുപക്ഷെ വിചാരിക്കും, അയ്യോ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ എന്ന് നാം ചിന്തിച്ചെന്നിരിക്കും. എന്നാൽ ഇല്ല, ഈ മനോഹരമായ സമയം ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നാം ആരാധിക്കുമ്പോൾ, നാം വിചാരിക്കും മറ്റുള്ളവർക്ക് ഇടിവിൽ നിൽക്കുമ്പോൾ, ഒരുപക്ഷെ പ്രഭാതത്തിൽ രാത്രിയാമങ്ങളിലൊക്കെ ദൈവത്തിന് മറ്റുള്ളവർക്ക് ഇടിവിൽ നിൽക്കുമ്പോൾ പറയാം, പ്രാർത്ഥന, മറ്റുള്ള ഇടിവിൽ നിൽക്കുന്നത്, ഉപവാസം, ഇതൊക്കെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ഡിപ്പോസിറ്റാ. തമ്പുരാൻ അത് കുറിച്ചു വെക്കുക. ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഇന്ന് നാം ഇടിവിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ഇല്ല, ഒരിക്കലും സ്വർഗം അത് മറക്കത്തില്ല. നാളുകളിൽ അതിന്റെ മറുപടി നമുക്ക് തരും. സ്നേഹം ഇവിടെ പറയുക, നമ്മെ സ്നേഹിക്കുന്നവൻ. നോക്കണേ, സ്നേഹത്തിന് മൂലഭാഷയായ ഗ്രീക്കിൽ നമുക്കറിയാം 4 പദങ്ങൾ അവിടെ ഉണ്ട്. സ്റ്റോറേജ് എന്നും, ഈറോസ് എന്നും, ഫിലിയ എന്നും, അഗാപ്പെ എന്നുമുള്ള 4 പദങ്ങൾ അവിടെ കാണുന്നു. ഇതിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന പദമാണ് അഗാപ്പെ സ്നേഹം. മറ്റ് സ്നേഹങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കന്മാർ തമ്മിൽ, മറ്റ് സഹജീവിയുള്ള സ്നേഹം, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരുവനെ അവനിലുള്ള കുറവുകളോടുകൂടി സ്നേഹിക്കുന്ന ആ ദിവ്യ സ്നേഹമാ. നോക്കിയേ, കുറവുകൾ നമ്മളുള്ളപ്പോൾ ആ കുറവുകൾ പരിഹരിച്ച് കുറവുള്ളത് കൊണ്ട് മാറ്റി നിർത്തുകയല്ല, ആ കുറവുകൾ നമ്മളുള്ളപ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് കുറവുകളോടുകൂടെ സ്നേഹിക്കുന്ന സ്നേഹം, അവിടെ നമ്മിൽ ചൊരിയപ്പെട്ട ദൈവസ്നേഹത്തിന്റെ അനന്തമായ ആ അനന്ത സ്നേഹമാ അഗാപ്പെ എന്ന് പറയുന്നത്. കുറവുള്ള നമ്മെ, പാപികളായ നമ്മെ, പാപം നമ്മിലുള്ളപ്പോൾ ആ പാപത്തിൽ നിന്ന് നമ്മെ കരം പിടിച്ച് കയറ്റി പാപത്തിന്റെ അഗാധമായ അനുഭവങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച് പിതാവിന്റെ രാജ്യത്തോട് ചേർത്ത് വെക്കുന്ന മഹാസ്നേഹം. ഹല്ലേലൂയ, അതാണ് അഗാപ്പെ. ഒന്നുകൂടി പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം പ്രാണത്യാഗം ചെയ്തുകൊണ്ടുള്ള സ്നേഹമാണ്. മാനവജാതിയുടെ രക്ഷയ്ക്കായി സർവപാപ പരിഹാര ബലിയായി, നോക്കണേ, ഏകജാതനായ പുത്രനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ മഹാസ്നേഹം. ഹല്ലേലൂയ, ഈ മനോഹരമായ സമയം ആ സ്നേഹം ഒന്ന് മാത്രമാ പ്രിയപ്പെട്ടവരെ. വിദൂര ദേശങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത ഇടങ്ങളിൽ ആയിരിക്കുന്ന നാം ഒരുമിച്ച് ആ സ്നേഹത്തിന്റെ സ്ഫുരണങ്ങളാണ് നാം നോക്ക് അതിർവരമ്പുകളില്ലാത്ത സ്നേഹം. അതാണ് അഗാപ്പെ എന്ന് പറയുന്ന ആ മഹാസ്നേഹം. ഇവിടെ പറയാ, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ രക്ഷിച്ച് തന്റെ പിതാവായ ദൈവത്തോടെ പറയുന്നു, തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ഒന്ന്, നമ്മെ രാജ്യമാക്കി. നാം അവന്റെ രാജ്യമാ. നാം പാടുന്ന പാട്ട് നാം പാടുമല്ലോ, യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ തന്നെ. നീ അത്രേ. നോക്കിയേ, യേശുവേ എന്നിൽ വാഴണം. നോക്കെ, നാം ദൈവത്തിന്റെ രാജ്യമാ. ദൈവത്തിന്റെ രാജ്യമാ. ദൈവത്തിന്റെ രാജ്യത്തിൽ വാഴ്ച നടത്തുന്ന ദൈവമാ. ഏതൊരു രാജ്യത്തിനും അതിന്റെ ഭരണാധികാരികളുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ദൈവരാജ്യത്തിന്റെ ഭരണാധികാരി ദൈവമാ, നമ്മുടെ കർത്താവാ. നോക്കണേ, അപ്പൊ നമ്മെ രാജ്യമാക്കി പുരോഹിതന്മാരാക്കിയെന്ന്. നാം ഒന്ന് രാജ്യമാണ്, പുരോഹിതന്മാർ. ഞാൻ ആ ഭാഗം അവിടെ നിർത്തത്തെ സമയത്തിന്റെ പരിമിതി മൂലം വേഗത്തിൽ ഞാൻ ഒന്ന് 2 ചിന്ത കൂടി ചെന്നട്ടെ. അപ്പോൾ ദൈവസ്നേഹം നമ്മെ മറ്റൊന്നാക്കി മാറ്റി. ഇന്ന് മനോഹരമായ സമയത്ത് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുന്നതിനകത്ത് മറ്റൊന്നാക്കി മാറ്റാൻ പോകും കേട്ടോ. ഇന്നലകളിൽ ദൈവത്തെ മുറുകെ പിടിച്ച് ആ മാറോട് ചേർന്നിരുന്ന് സ്വർഗീയ ദർശനങ്ങൾ പ്രാപിച്ച സ്വർഗീയ കാഴ്ചപ്പാടോടുകൂടി ഒരുപക്ഷെ പ്രയർ ഗ്രൂപ്പ്, ഷിക്കാഗോ പ്രയർ മിനിസ്ട്രി തന്നെ, ഗ്ലോബൽ പ്രയർ മിനിസ്ട്രി, ഇങ്ങനെ അനവധി വിഷയമേ ഈ മിനിസ്ട്രികളിൽ കൂടി നാം മുൻപോട്ട് പോകുമ്പോൾ നോക്കി, ഇതിനകത്ത് ദൈവത്തിന്റെ
ദൈവസ്നേഹം നമ്മെ തേടി വന്നു. ദൈവസ്നേഹം നമ്മെ തേടി വന്നത് കൊണ്ട് ഇതിനൊക്കെ നാം കാരണമായി തീരുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്നേഹം നമ്മെ മറ്റൊന്നാക്കി മാറ്റാൻ പോകുകയാണ്. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നാം ഒരുപക്ഷെ ഇവിടെ വരെ എന്ന് ചിന്തിക്കുമ്പോൾ ഈ ദൈവസ്നേഹം മറ്റൊന്നാക്കി മാറ്റാൻ പോകുക. ചില പുതിയ തലങ്ങളിലേക്ക്, ചില പുതിയ പ്രോസസ്സുകളിൽ കൂടി കടത്തിവിട്ട് ചില പുതിയ പ്രോഡക്റ്റുകളാക്കുന്നത് പോലെ ഈ ദൈവസ്നേഹം നമ്മെ മറ്റൊന്നാക്കി മാറ്റാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ തമ്പുരാൻ ഇതിനൊക്കെ ഉദാഹരണങ്ങൾ അനവധി പറഞ്ഞിട്ടുണ്ട്. നാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ഞാൻ പലപ്പോഴും ഭാഗങ്ങളൊക്കെ ചില ഇടങ്ങൾ ചില സമയങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നോക്കണേ, ഇവിടെ പറയുന്നു യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നാം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം നോക്കണേ. യിരെമ്യാവിനെ ദൈവം സ്നേഹിച്ചു. ബാല്യപ്രായത്തിൽ തമ്പുരാൻ മഹാദൈവം യിരെമ്യാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ യിരെമ്യാവ് ഒത്തിരി ഒഴിവുകേടുകളൊക്കെ പറയുന്നു. തമ്പുരാൻ പറഞ്ഞില്ല, നീ ഒഴിവൊന്നും പറയണ്ട, അതൊറ്റ വാക്കുകൾ പറഞ്ഞു, നീ ബാലനെന്ന് പറയരുത്. കാരണം ഞാൻ നിന്നെ എവിടെ കയക്കുന്നു അവിടെയൊക്കെ പോയി. ഇവിടെ ആ വാക്യം ഇങ്ങനെ നമുക്ക് നാം കാണുന്നുണ്ട്. താൻ പറയും ഞാൻ ബാലനാ എന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങനെ പറയരുത്. ഞാൻ എവിടൊക്കെ അയക്കുന്നു അവിടൊക്കെ നീ പോണം, നീ സംസാരിക്കണം എന്നൊക്കെ തമ്പുരാൻ പറയുന്നു. അവിടെ നോക്ക്, ഇവിടെ 18-ാമത്തെ വാക്യം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്. 7-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കാൻ വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിനും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കിയേ, പിന്നെ യഹോവ കൈനീട്ടി അവന്റെ വായ തൊട്ടു. നോക്ക്, ഇവിടെ പറയുമ്പോൾ യിരെമ്യാവിനെ ദൈവം സ്നേഹിച്ചു കേട്ടോ. തമ്പുരാൻ സ്നേഹിക്കുമ്പോൾ നിയോഗങ്ങൾ തരും. ദൈവസ്നേഹം അങ്ങനെയാ, ചില നിയോഗങ്ങൾ തന്ന് ചില പ്രത്യേക അനുഭവങ്ങളിൽ കൂടി കടത്തിവിടും. ഇവിടെ 1:18 ഇങ്ങനെ വായിക്കുന്നുണ്ട്. നോക്കിയേ, ഞാൻ ഇന്ന് നിന്നെ സർവദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പു തൂണും താമ്ര മതിലുകളും ആക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടോ എന്ന് യഹോവയുടെ അരുളപ്പാട് പറയുക. ആകയാൽ നീ എഴുന്നേറ്റ്, നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്ക. ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ദൂത് പറയാം, ചില പ്രത്യേക ദൗത്യം ദൈവം ഏൽപ്പിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഷിക്കാഗോ പ്രയർ മിനിസ്ട്രിയിലുള്ള ബഹുമാന്യ കർത്തദാസിദാസന്മാരെ സർവശക്തനായി ദൈവം വിളിച്ചു പറയുന്നത്, ഒരു പ്രത്യേക ചില ദർശനങ്ങൾ നൽകാൻ പോവുക, ചില വെളിപ്പാടുകൾ നൽകാൻ പോവുക. പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാ പറയുന്നു ഉത്സാഹം തരാൻ പോവുക. ചില പുത്തൻ നിയോഗത്തോട് ഇന്ന് വരെ അനുഭവിക്കാത്ത, ഇന്ന് വരെ പ്രാപിച്ചെടുക്കാത്ത, എടുക്കാൻ കഴിയാത്ത ദൈവ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ സമയമായി അകത്തളങ്ങളിൽ വളരെ ആവേശത്തോട് പ്രാർത്ഥിക്കുന്ന, കരയുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ, സ്വർഗം പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ പോവുക. പുതിയ നിയോഗം തരാൻ പോവുക. ഇതമ്മയോട് നീ എഴുന്നേറ്റ് ആരകെട്ടി എഴുന്നേൽക്കുക. ഇവിടെ പറയുകയാൽ അരകെട്ടി എഴുന്നേൽക്കുക. നിനക്കൊരു യാത്രയുണ്ട്. ശുശ്രൂഷ തലങ്ങളിൽ, ആത്മീയ മണ്ഡലങ്ങളിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത പ്രത്യേക അനുഭവങ്ങൾ നൽകി ആത്മാവിൽ നിയോഗം തന്ന് ഹല്ലേലൂയ ചിലരോട് ദൂത് പറയുവാൻ, ചിലർക്ക് വേണ്ടി വിടുതൽ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്ന തന്റെ ജനം ദൂത് വിളിച്ചു പറയാം. നമുക്കറിയാമല്ലോ, ഈന്തപ്പനയുടെ കീഴിൽ ദെബോര തന്നെ ഏൽപ്പിച്ച ദൗത്യ ഉത്തരം ആദിത്യത്തോട് ദൈവം ഏൽപ്പിച്ചത് തന്റെ അടുക്കൽ വരുന്നവരോട് ആലോചന അറിയിക്കുവാൻ, ഉടയവനിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുവാൻ, ദൈവത്തിന്റെ ആലോചന സഭയിലിരിക്കുവാൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പറഞ്ഞാൽ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. നോക്കി, അങ്ങനെ
ആമേൻ ആമേൻ ദെബോര തമ്പുരാനിൽ നിന്ന് പ്രാപിക്കുവാൻ അങ്ങനെ ഈന്തപ്പലകയിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒരു മഹാദൗത്യമാ തന്റെ മേൽ പകർന്നത്. നോക്കിയേ, തന്റെ അടുക്കൽ ദൂതിന് വേണ്ടി വന്നത് അധികാരിയാ, ഇസ്രായേൽ ജനത്തിന്റെ സൈന്യത്തിന്റെ അധിപൻ ബാരാക്ക് ആലോചനയ്ക്ക് വേണ്ടി വരികയാ. ആമേൻ. അവിടെ നാം ഇങ്ങനെ ന്യായാധിപന്മാരുടെ പുസ്തകം 4-5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ സീസറയുടെ സൈന്യം, യാബീന്റെ സേനാധിപതി സീസറയുടെ സൈന്യം നോക്കിയേ 900 ഇരുമ്പ് രഥവുമായിട്ട് കടന്നു വരികയാ. 900 ഇരുമ്പ് രഥവുമായി കടന്നു വരുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ അധിപൻ ബാരാക്കിന്റെ ഉള്ളമൊന്ന് പിടഞ്ഞു. എവിടെയോ പരാജയം താൻ മണത്തു എന്ന് പറയാം. ആമേൻ. വലിയ സൈന്യത്തെ കണ്ട് ആമേൻ മഹാദൈവത്തിന്റെ ദാസനാകുന്ന ആമേൻ ബാരാക്ക് ഭയപ്പെട്ട് നോക്കിയേ താൻ ഓടിച്ചെല്ലുകയാ. ഇതാ കർത്താവിൽ നിന്ന് ആലോചന പ്രാപിക്കുന്ന ദെബോരയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാ. ഈ മനോഹരമായ സമയം വിളിച്ചു പറയട്ടെ, ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഉടയവനിൽ നിന്ന് പ്രാപിക്കുവാൻ ഹല്ലേലൂയ അത് പ്രാപിച്ച ഒരു പക്ഷേ അനവധി പേർക്ക് അധികാരം ചെയ്യുന്നവരുണ്ട്, ആത്മീക ഗോളത്തിൽ ഉന്നതന്മാരുണ്ട്, ഭൗതിക മണ്ഡലങ്ങളിൽ ആളുകളുണ്ട്. ആര് തന്നെയാകട്ടെ ഹല്ലേലൂയ ഉടമനഹടകൽക്കരാധകസ്യ സ്വർഗം രൂപാന്തരപ്പെടുത്താൻ പോയ സ്വർഗം പാമെ പുറത്തു കൊണ്ടുവരാൻ പോവുക. ഞാൻ പറയാം, അമ്മയെ കൊണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ ആവശ്യമുണ്ട്. ഞാന് ഒരിക്കൽ ഛത്തീസ്ഗഡിൽ ചെന്നപ്പോൾ ഛത്തീസ്ഗഡിലെ എൻ്റെ സ്നേഹിതൻ, അദ്ദേഹം അവിടെ ഒരു ദൈവദാസന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ വലിയ പ്രവാചകന്റെ ഒരു ജ്യേഷ്ഠൻ CS ശാമുവേൽ എന്ന് പറഞ്ഞ ദൈവദാസൻ ആദ്യകാലങ്ങളിൽ അവിടെ സുവിശേഷം പ്രവർത്തി ഛത്തീസ്ഗഡിൽ പ്രതികൂല പ്രതിസന്ധിയുടെ നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ താൻ അവിടെ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഒരിക്കൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഭൂതബാധയുണ്ടായി. വല്ലാതെ അവർ ഭാരപ്പെട്ടിരിക്കുമ്പോൾ മന്ത്രവാദികളും ആഭിചാരകന്മാരും വിവിധ നിലകളിലുള്ള അവിടുത്തെ പ്രശ്നക്കാരൊക്കെ കടന്നു വന്നു. ആർക്കും അത് മാറ്റുവാൻ കഴിയാതിരുന്നപ്പോൾ ആരോ പറഞ്ഞു, ഒരു പാതിരിയുണ്ട്, ആ പാസ്റ്ററെ വിളിച്ചുകൊണ്ട് പോവാ. അങ്ങനെ ആ പാസ്റ്ററെ വിളിച്ചുകൊണ്ട് വന്നെന്ന് നോക്കെ ഈ CS പാസ്റ്ററെ വിളിച്ചുകൊണ്ട് വന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ ഭൂതവളകാൻ തുടങ്ങി. താൻ പ്രാർത്ഥിച്ചവിടെ സൗഖ്യം വെളിപ്പെട്ടപ്പോൾ ചോദിച്ചെന്ന് എന്തോ പ്രതിഫലം വേണം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ചർച്ചിന് സ്ഥലം വേണം. അങ്ങനെയാണ് റായ്പൂർ അവരുടെ ബൈബിൾ കോളേജൊക്കെ നിൽക്കുന്ന സ്ഥലം കിട്ടിയതെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറഞ്ഞതാ. ഞാൻ പറയട്ടെ, അധികാരികൾക്ക് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ മനോഹരമായ സമയത്ത് എന്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കുക. ഞാൻ പറഞ്ഞ് തീർക്കാൻ ഒരു പക്ഷേ സമയം കിട്ടിയെന്ന് വരികയില്ല. ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. മറ്റൊന്നാക്കി മാറ്റാൻ പോകുക. ഇതാ ദെബോര ഈന്തപ്പലകയിൽ നിന്ന് യുദ്ധമുന്നണിയിലേക്ക് വരികയാ. യുദ്ധവരകടകൽക്കരാധകസ്യ സ്വർഗം ആരും പ്രാർത്ഥിക്കുന്നത് ആരും കാണുന്നില്ല, പ്രാർത്ഥിക്കുന്നത് ആരും കാണുകയില്ല, ആരും ഒരു പക്ഷെ അറിയുന്നില്ല. പക്ഷെ അറിയുന്ന ഒരു ദൈവമുണ്ട്, പുറത്തു കൊണ്ടുവരാൻ പോവുക. നിഷ്പക്ഷം പ്രാർത്ഥിച്ചു. ചിലർക്ക് ആവശ്യമുണ്ട്, അനവധി വ്യക്തികൾക്ക് ആവശ്യമുണ്ട്. അനവധി വ്യക്തികൾക്ക് ആവശ്യമുണ്ട്. ആവശ്യഭാരത്തോടിരിക്കുന്ന വ്യക്തികൾ തേടി വരാൻ പോകുക. കാരണം പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിക്കുകയാ. നോക്കീന്തപ്പലകിൽ ദെബോരയുടെ അടുക്കലേക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ അധിപൻ ബാരാക്ക് എന്നപ്പോൾ ഇതാ ആലോചന പ്രാപിച്ചുടയവരിൽ നിന്ന് ആലോചന പ്രാപിച്ച ദെബോര പറയുക, നാം യുദ്ധം ജയിക്കും. നോക്കണേ, അങ്ങനെ യുദ്ധം ജയിച്ചിട്ട് ഞാൻ അവിടെ ഒരു ചിന്ത പറയാം. പറഞ്ഞു, സെബൂലൂന്റെ നഫ്താലിയുടെയും ഗോത്രത്തിൽ നിന്ന് ഒരു 10,000 പേരെ വെച്ച് തിരഞ്ഞെടുക്കാൻ. ഒരുപക്ഷെ പറയട്ടെ, ഒരു തിരഞ്ഞെടുപ്പ് നാം ആത്മീക വിവേചനം നൽകി ആരെ തിരഞ്ഞെടുക്കണം, ആരെ നമ്മോട് കൂടെ കൂട്ടണം എന്നുപോലും അറിയിക്കുന്ന ദൈവത്തിന്റെ ആലോചന സഭ. ഈ മനോഹരമായ സമയം വിളിച്ചു പറയട്ടെ, ഇവിടെ വായിക്കുക. ദൈവസ്നേഹം മറ്റൊന്നാക്കി മാറ്റിയ ഇരമ്യാവിനോട് പറയുക, ഞാൻ ഇന്ന് നിന്നെ നോക്കണേ, അവിടെ പറയുന്നു, ഞാൻ ഇന്ന് നിന്നെ സർവദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണമാക്കി മാറ്റാൻ പോകുക. പട്ടണത്തെ ജനം സ്നേഹിക്കുന്നു. പട്ടണത്തിൽ ഒരു പക്ഷേ അനവധി സമ്പത്തുണ്ട്. പട്ടണത്തിലേക്ക് ജനം തേടി വരിക, ഒഴുകിച്ചെല്ലുക. നമുക്ക് ഉന്നതമായ ന്യൂയോർക്ക് പട്ടണം, വാഷിംഗ്ടൺ പട്ടണം, ഷിക്കാഗോ പട്ടണം, ഇങ്ങനെയുള്ള വലിയ വലിയ പട്ടണങ്ങൾ അമേരിക്കൻ ഐക്യനായ രാജ്യങ്ങളുണ്ടല്ലോ. ഇന്ത്യയിൽ നമുക്കറിയാം, ബോംബെ, കൽക്കട്ട, ഡൽഹി, മദ്രാസ്, ഈ അനവധി
പട്ടണങ്ങളുണ്ട്. ജനം പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുന്നത് പട്ടണത്തിൽ നന്മയുണ്ട്, പട്ടണത്തിൽ സമ്പത്തുണ്ട്. ഇതുപോലെ ഒരു ദൈവവചനം പട്ടണമാക്കി മാറ്റും. നമ്മെ തേടി വരും. നമ്മിൽ വിടുതലുണ്ടെന്നും നമ്മിൽ സൗഖ്യമുണ്ടെന്നും നമ്മിൽ ദൈവപ്രവൃത്തി ഉണ്ടെന്നും നമ്മോട് അനുഗ്രഹമുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തിനകത്ത് അനുഗ്രഹം വെളിപ്പെടും. ഇത് മനസ്സിലാക്കി തേടി വരുന്ന പട്ടണമാക്കും. മനോഹരമായി ഈ സമയത്തിന് ഒരു കാര്യം പറയട്ടെ. നമ്മെ തേടി വരും. കാരണം നമ്മിൽ കൂടി വിടുതൽ നടക്കുക. നാം അവന്റെ രാജ്യമാ. ദൈവരാജ്യത്തിൽ വിടുതലുണ്ട്, ദൈവരാജ്യത്തിൽ ദൈവപ്രവൃത്തിയുണ്ട്, ദൈവരാജ്യത്തിൽ അത്ഭുതമുണ്ട്, ദൈവരാജ്യത്തിൽ അനുഗ്രഹമുണ്ട്, ദൈവരാജ്യത്തിൽ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. നമ്മെ രാജ്യമാക്കും. കഷ്ടതയുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെ പട്ടിണിയുടെ നടുവിൽ ഒരുപക്ഷെ ഇതൊക്കെ അവനുള്ളപ്പോൾ തന്നെ ഇതിന്റെ നടുവിൽ പ്രത്യാശയുണ്ടോ? ഇതാ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. ഞാൻ എന്റെ വാക്കുകൾക്ക് ഈ മനോഹരമായ സമയം വിരാമം കുറിക്കുമ്പോൾ ഈ വേദഭാഗം അടുത്തത് ഞാൻ ചിന്തിക്കാം. നോക്കണേ, ദൈവം അനുവദിക്കുന്ന അടുത്ത സമയങ്ങളിൽ ഞാൻ ആ വാക്കുകൾ ചിന്തിക്കാം. ഇവിടെ പറയുക, ഇതിനെ ഉറപ്പുള്ള പട്ടണമാക്കും, ഇരുമ്പ് തൂണാക്കും, താമ്രം മതിലാക്കും, സ്തോത്രം, മറ്റൊന്നാക്കി മാറ്റും. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചത് രാജ്യമാക്കി പുരോഹിത വർഗമാക്കി. നാം അവന്റെ പുരോഹിതന്മാർ, നമ്മെ പുരോഹിതന്മാരാക്കി വെക്കുമെന്ന് നോക്കിയാൽ നാം രാജകീയ പുരോഹിത വർഗമാ. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസ്നേഹം നമ്മെ മറ്റൊന്നാക്കി മാറ്റുക. പട്ടണമാക്കി ഉറപ്പുള്ള പട്ടണം. തകർന്ന് ചാഞ്ചാടുന്ന തകർന്നു പോകുന്ന ഒരു പട്ടണമല്ല. ഈ അന്ത്യകാലത്ത് ഇതാ വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന ലോകം. ഭൂമി കിടകിട കിടുങ്ങുന്നു, കിറകിറ കീറുന്നു. മർത്തനെ പോലെ ചാഞ്ചാടുമ്പോൾ നോക്കിയേ, എവിടെയും മനുഷ്യൻ വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുക, ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ നമ്മെ ഉറപ്പുള്ളൊരു പട്ടണമാക്കി മാറ്റുകയാ. ഇരമ്യാവോട് പറയുന്നു, നീ അവരെ കണ്ട് ഭ്രമിക്കരുതോ. പ്രതികൂലം മുൻപിലുണ്ടോ, പ്രതിസന്ധി മുൻപിലുണ്ടോ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് മുൻപിലുണ്ടോ, ചുറ്റിയടിക്കുന്ന ചുഴലികളുണ്ടോ, കാറ്റുകളുണ്ടോ, വിവിധ മാരക രോഗങ്ങളുണ്ടോ, മാരക വൈറസുകളുണ്ടോ. എന്നാൽ അതിന്റെ നടുവിൽ നീ ഭയപ്പെടരുത്. നീ ഉറപ്പുള്ളൊരു പട്ടണമായി മാറും. നിന്നെ ഉറപ്പുള്ള പട്ടണമാക്കി തീർക്കും. ഇന്ന് രാത്രി പകൽ, ഈ മനോഹരമായ പകലും ഈ വയ്യവേളയിലുമായി ശുംഭ്ലാത്മയിലായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസിദാസന്മാരെ, ദൈവസ്നേഹം നമ്മെ മറ്റൊന്നാക്കി മാറ്റുകയാണ്. നമുക്ക് ഏൽപ്പിക്കാം. കർത്താവ് അതിനു വേണ്ടി നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞു വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത സമയം നാം മറ്റൊന്നിലേക്ക്, അടുത്ത ഒരു ഭാഗത്തേക്ക് നാം ഈ വാക്യത്തിന് മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കും. ഒരു അനുഭവ സാക്ഷ്യം കൂടി ഞാൻ ഒന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. സ്തോത്രം. അനുഷജ ഇത് വീഡിയോ വേണമെങ്കിൽ ഞാൻ അനുഭവം രണ്ട് വാക്ക് പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒത്തിരി ദൈവസേനി പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു വിടുതൽ ചെയ്ത കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ ഇതുവരെ ദിവസം ദൈവം ഒരു അത്ഭുതം ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ ഒത്തിരി ഉപവസിക്കുന്ന ആൾ, ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അറിയാം, മേൽപ്രിയപ്പെട്ടവർക്ക് അറിയാം. ഞാൻ മറ്റുള്ളവർക്ക് ഒത്തിരി ഇടിവിൽ നിൽക്കാൻ കരയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ എനിക്ക് കുവൈറ്റിലേക്കൊരു വിളി വന്നു, ഒരു ചർച്ചിലേക്ക്. അപ്പോൾ ഞാൻ ആദ്യം അത്ര മനസ്സ് വെച്ചില്ല, എങ്കിലും ദൂതിന്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സ് വെച്ചപ്പോൾ എനിക്ക് മെഡിക്കൽ എടുക്കണമായിരുന്നു. മെഡിക്കൽ 2 പ്രാവശ്യം മെഡിക്കൽ എടുത്തപ്പോഴും ആദ്യം എനിക്ക് തൂക്കമില്ല. എനിക്ക് 42 കിലോയേ ഉള്ളൂ. അപ്പൊ 42 കിലോ അവിടെ അത് പറ്റത്തില്ല. അവർക്ക് അതെന്നെ കണ്ടപ്പോൾ തന്നെ ഒരു വല്ലായ്മ വരും. അപ്പോൾ അത് കഴിഞ്ഞ ഒരു ചെറിയ വേറൊരു ഡാമേജ്. എനിക്ക് രോഗങ്ങളൊന്നുമില്ല, ഈ ശരീരത്തിൽ ഒരു രോഗവും ഇല്ല. പക്ഷെ 2 പ്രാവശ്യം ഇതെടുത്തപ്പോഴും എനിക്ക് അത്ര ക്ലിയർ ആയില്ല. അൺഫിറ്റും ആയില്ല, ഫിറ്റും ആയില്ല. പക്ഷെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് വിസ അങ്ങ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നെ നിർബന്ധിച്ച്, എനിക്ക് യാതൊരു ചെലവോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ദൈവത്തോട്, എന്നോട് എല്ലാവരും പറഞ്ഞു, പാസ്റ്റർ മറ്റുള്ളവർക്ക് ഇടിവിൽ നിൽക്കുകയാണ്, കരയാണ്, പ്രാർത്ഥിക്കുകയാണ്. അനുഷ്ഠാൻ പറഞ്ഞ പോലെ ഏത് രാത്രി എന്നെ വിളിച്ചാലും, ഏത് പ്രഭാതത്തെ വിളിച്ചാലും എനിക്ക് സാഹചര്യം ഉണ്ടാക്കിയത് മറ്റുള്ളവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കും, ഇടിവിൽ നിൽക്കും, ഞാൻ അവർക്ക് വേണ്ടി ഉപവസിക്കും, ഞാൻ അവർക്ക് വേണ്ടി കരയും. എനിക്ക് ദൈവം ഒരുക്കി തന്ന അനുഭവം. പിന്നീട് ഞാൻ മറ്റു മെഡിക്കൽ പാസ്സായി. അപ്പോൾ ദൈവം അനുവദിക്കുന്നെങ്കിൽ അവർ ഈ ടിക്കറ്റൊക്കെ എനിക്ക് എടുത്തു തന്നു, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. പക്ഷെ എനിക്കിനി വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണം. അതിനുവേണ്ടി ബോംബെക്ക് അയച്ചിരിക്കുക, ആ വിഷയം കൂടി
പ്രാർത്ഥിക്കണം. 13-ാം തീയതിയിലേക്ക് അവനിക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് കുവൈറ്റിൽ ഒരു സഭയിലെ പാസ്റ്ററായിട്ട് ചില നാളുകൾ. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നലകളിൽ എനിക്കോട് പ്രാർത്ഥിച്ചവരുണ്ട്. എനിക്കറിയാം ഈ മനുഷ്യരൊക്കെ ഇത് സൂക്ഷിക്കുന്നവർക്കൊക്കെ പ്രാർത്ഥിക്കും, ഞങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് രാജംബാസു അറിയാം. ദൈവകൃപയാൽ ഇന്ന് വരെ ദൈവം നടത്തി. പ്രത്യേക പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ ചൊവ്വാഴ്ച കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന സ്റ്റാമ്പ് ചെയ്ത് കിട്ടണം. പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഇന്ന് വരെ സഹിച്ച ഒരു കാര്യം അന്വേഷിക്കാൻ അറിയാം. ഞാൻ ആരോടും പ്രത്യേകിച്ചൊരു കാര്യം പ്രത്യേകം ചോദിക്കത്തില്ല. ദൈവത്തോട് ചോദിക്കും. എന്നെ മറ്റുള്ളവര് സഹായിക്കാനൊക്കെ അവർ മനസ്സ് വെക്കും. ഞാൻ ഒന്നും ആരോടും ചോദിക്കുക ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് വരെ മുട്ടുമടക്കി കർത്താവ് ഇന്ന് വരെ നടത്തുന്നു. നാളുകളും ദൈവം നടത്തുവാൻ ബഹുമാനപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിലിരിക്കുന്ന എല്ലാ കർത്താസിദാസന്മാർ പ്രാർത്ഥിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ എനിക്ക് 13-ാം തീയതി പോകാൻ പറ്റൂ. അത് ദൈവഹിതമെങ്കിൽ ദൈവത്തിന്റെ ഹിതമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ എല്ലാവരെയും വചനം മൂലം സഹായം മറ്റൊന്നാക്കി മാറ്റുന്ന ആ ദൈവസ്നേഹം മറ്റൊരു പ്രോസസ്സിലേക്ക് നടത്തി നാളുകളിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കുന്ന രാജ്യമായി പുരോഹിതന്മാരാക്കി ഇവരെ പ്രവൃത്തി പറയുന്നു പട്ടണമാക്കി 20 താമ്ര മതിലുകളാക്കി കർത്താവിന് വേണ്ടി നമ്മെ ഉപയോഗിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് പ്രിയമുള്ളവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ കേട്ടല്ലോ, നമ്മെ ദൈവരാജ്യമാക്കി തീർത്തിരിക്കുകയാണ്, പുരോഹിതവർഗമാക്കി തീർക്കുകയാണ്, ദൈവരാജ്യത്തിന്റെ ഇരുമ്പ് തൂണുകളാക്കി തീർത്തിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതായത് നിന്റെ രാജ്യം ഞങ്ങളുടെ ജീവിതത്തിലായി തീരണമേ, ഞങ്ങളെ കാണുന്നവർ നിന്റെ രാജ്യം കാണുന്നതിനിടയാകണമേ എന്നുള്ളതാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ആ ദൈവസ്നേഹം നമ്മെ സമൂലമായി പരിവർത്തനം ചെയ്യുന്നതായിട്ടുള്ള ആ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ ആളുകളല്ല, പൂർണ്ണമായിട്ട് രൂപാന്തരം വന്ന ആളുകളാണ്. ആ ദൈവസ്നേഹത്താൽ നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതിന് തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം ദൈവം നമ്മളെ സഹായിക്കും. നമുക്കറിയാം, എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ദൈവം തൻ്റെ വഴികൾ തുറക്കുകയാണ്. ആ പത്മോസിൽ ഭയാനകമായിട്ടുള്ള ആ അനുഭവങ്ങളുടെ മധ്യത്തിൽ ഒരു മനുഷ്യനുമില്ല, ഒരാഹാരവുമില്ല, ഒന്നുമില്ലാതെ അവിടെ ഇരിക്കുന്നതായിട്ടുള്ള ആ സാഹചര്യത്തിൽ സ്വർഗത്തിൻ്റെ അവിടെ ചുറ്റുപാടുമുള്ള ശവശരീരങ്ങളും അസ്ഥികൂടങ്ങളും ഭീതിപ്പെടുത്തുന്നതായ സാഹചര്യങ്ങളല്ല യോഹന്നാൻ കാണുന്നത്. യോഹന്നാൻ കാണുന്നത് എന്താണ്? സ്വർഗോന്നതികളുടെ ആ ദർശനമാണ്. അതിമഹത്തായ, ഒരു മനുഷ്യനും വിചാരിക്കുവാൻ പോലും സങ്കല്പത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്തതായ ഉദാത്തമായ അതിമഹത്തായിട്ടുള്ള വർണ്ണിക്കുവാൻ കഴിയാത്തതായ ആ സ്വർഗോന്നതികളുടെ ദർശനമാണ് യോഹന്നാൻ അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നാം വല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കാം. നമ്മൾ ആ സാഹചര്യത്തിൻ്റെ ചുറ്റുപാടും ഒക്കെ നോക്കി നമ്മൾ നിരാശരായിട്ടൊന്നും ഇരിക്കേണ്ട. ആ ദൈവം നൽകുന്ന ആ വെളിപ്പാട്, ആ സ്വർഗോന്നതികളുടെ മഹത്വം നമുക്ക് ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കാണുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ ദാസൻ അറിഞ്ഞ ആ പ്രസംഗത്തിൻ്റെ അവസാനം പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. കർത്താവിൻ്റെ ദാസന് നമുക്കറിയാം, ദൈവം അനുഭവിച്ച കർത്താവിൻ്റെ ദാസന് ഒരസുഖമില്ലെങ്കിലും കണ്ടാൽ ഇത്രമാത്രം ഒരു 4-5 താറാവിൻ്റെ വെയിറ്റ് കർത്താവിൻ്റെ ദാസനുള്ളൂ. 40 കിലോ 45 കിലോ ഉള്ളൂ. എന്നാൽ കർത്താവിൻ്റെ ദാസന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള തക്ക സമയത്ത് കർത്താവ് വഴികൾ തുറക്കുകയാണല്ലോ. പ്രിയമുള്ളവർ, ഇനി കർത്താവിൻ്റെ ദാസൻ കുവൈറ്റിലൊക്കെ പോയി, ഞാൻ ആദ്യമായിട്ട് നാട്ടിലുള്ള സമയത്ത് 10-30 വർഷം മുമ്പ് ഞാൻ കർത്താവിൻ്റെ ദാസൻ്റെ കൂട്ടായിരുന്നു. ഞാൻ നാട്ടിൽ 30 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ദോഹയിൽ പോയത്. അന്ന് വരെയും കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ഇരിക്കുന്ന പോലെ അതുപോലെ തന്നെയാണ് ഞാൻ ഇരുന്നത്. അത്രേ വണ്ണമുള്ളായിരുന്നു. ദോഹയിൽ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ബ്രെഡും ബട്ടറും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് കഴിച്ചിട്ട് എൻ്റെ മുഖമെല്ലാം അങ്ങോട്ട് വീർത്ത് കയ്യും ഒക്കെ അങ്ങോട്ട് ഇരട്ടിയായി. ഞാൻ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മയൊക്കെ ചോദിച്ചു, അയ്യോ ഇവരാണ്. കർത്താവിൻ്റെ ദാസനും കുവൈറ്റിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും കർത്താവ് വഴികൾ തുറക്കും. ദൈവഹിതമാണെങ്കിൽ മുന്നോട്ട് പോകും. ആർക്കും അത് തടയാനായിട്ട് കഴിയുകയില്ല. എന്ത് നമുക്ക് ലഭിച്ചാലും സാഹചര്യങ്ങളെ നോക്കാതെ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി, എവിടെ ചെന്നാലും ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകുന്നതിന് കർത്താവിൻ്റെ ദാസനെ നമ്മളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ദാസൻ ഈ പ്രയറിലെല്ലാം ശക്തമായിട്ട്
നേതൃത്വം കൊടുക്കുന്നല്ലോ. എല്ലാത്തിനും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് ഒരു വാക്ക് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. വ്യക്തികളോടൊന്നും ഇതുവരെയും ഒന്നും ചോദിക്കാതെ ആ കർത്താവിൻ്റെ സന്നിധിയിൽ ചോദിക്കുന്ന, ഞാൻ പലപ്പോഴും ഈ പ്രളയത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ജോർജ് മുള്ളറുടെ അനുഭവം. ജോർജ് മുള്ളർ അദ്ദേഹം എത്ര വലിയ ഒരു വിശ്വാസവീരനായിരുന്നു. അനേകം അനാഥാലയങ്ങൾ നടത്തി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളർ ആവശ്യമുള്ള അനേകം അനാഥാലയങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നതാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ഒരിക്കൽ പോലും ഒരു മനുഷ്യനോട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറയത്തില്ല. ആവശ്യങ്ങൾ പറഞ്ഞാൽ പിന്നെ എൻ്റെ വിശ്വാസം എന്തുവാ? പിന്നെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാനതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് അവനാണ് എൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നത്. ഞാൻ ഒരു മനുഷ്യനോടും ചോദിക്കുകയില്ല. ഇതൊക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവിൻ്റെ ദാസന് വലിയ നേതൃസ്ഥാനത്തൊന്നും ഉള്ള ആളല്ലെങ്കിലും ആ മാതൃക അത് കർത്താവ് ആദരിക്കും. അതൊക്കെ നല്ല നമ്മൾ എല്ലാവരും പഠിക്കേണ്ടതായിട്ടുള്ള മാതൃകകളാണ്. കർത്താവ് തൻ്റെ ദാസനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വാർത്ത കേട്ടതിൽ വളരെ സന്തോഷം. കർത്താവ് അവിടെ ആ പോകുന്ന പാതയിൽ അനേകർക്ക് വിടുതലിൻ്റെ ഒരു ശുശ്രൂഷയായി തീരുന്നതിന്, അനുഗ്രഹമായി തീരുന്നതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രേരണന്റെ പേരിലുള്ള എല്ലാ സ്നേഹവും സന്തോഷവും പ്രകാശിപ്പിക്കുന്നു.